മുഹമ്മദ് അബ്ബാസിന് ൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്തോഷവും മുഹമ്മദ് അബ്ബാസിൻ്റെ മനസ്സിലുള്ള ഒരു ലോകം ഒരു പക്ഷേ കുറെ കൂടെ പണമുള്ളവരും കുറെ കൂടെ ജീവിത സൗകര്യമുള്ളവരെക്കാളും സ്വർഗമാണ് എന്ന് എനിക്ക് തോന്നിയാൽ അതിൽ തെറ്റുണ്ടാവും. ഉണ്ടാവില്ല. നിങ്ങൾ ഭൗതിക സാഹചര്യങ്ങളല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മാനസിക സാഹചര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആത്മീയത എന്ന് നമ്മൾ പറയുന്ന ആ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ അർത്ഥത്തിൽ സമ്പന്നനാണ്. എനിക്ക് മനസ്സമാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. എനിക്ക് നാളെ കോടികൾ 10 കോടി അല്ലെങ്കിൽ 1000 കോടി നാളെ എവിടെ നിന്ന് ഉണ്ടാക്കുന്നുള്ള രക്ഷ എനിക്കില്ല. എനിക്ക് എൻ്റെ 500 രൂപ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സമാനത്തോടെ ഉറങ്ങാം, മക്കളെ ചേർത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങാൻ സുഖമായിട്ട്. ഇടിവെട്ടുമ്പോഴേ എനിക്ക് പേടിയുള്ളൂ. ഇടിവെട്ടത് ഭാര്യയ്ക്ക് പേടിയാണ്, സ്വാഭാവികമായിട്ട് എനിക്ക് പേടിയാവും. അത്ര ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ ആലോചനപ്പെടുത്തുള്ളൂ. അത് എൻ്റെ ഭൗതിക സാഹചര്യങ്ങളല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്, എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. ആ അർത്ഥത്തിൽ ആന്തരികമായി ഞാൻ തൃപ്തനാണ്, എത്രയോ തൃപ്തനാണ്. അംബാനിനേക്കാൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഞാൻ തൃപ്തനാണ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടമുള്ളത് ഞാൻ വായിക്കുന്നു, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ എഴുതുന്നു. ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടൊന്നും അല്ല, എനിക്ക് തോന്നുന്നതല്ല ഞാൻ എഴുതുന്നത്. അതിനൊരു മുൻധാരണ മുൻചട്ടക്കൂടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഒരു കൃത്യമായ തുടക്കം കൊടുക്കൊന്നും എൻ്റെ എഴുത്തിലുണ്ടാവില്ല. അല്ല, ഒരു എഴുത്തുകാരിൽ പൊതുവെ ഏതൊരു എഴുത്തുകാരിലും ഒരു ഭാവനയുടെ മുൻകൂർ ജാമ്യം കാണാൻ പറ്റും. പക്ഷെ അത് മുഹമ്മദ് അബ്ബാസിനതില്ല. അപ്പം അതിനൊക്കെ വലിയ ധൈര്യം വേണ്ടേ? അത് വേണ്ട. എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. ചുള്ളിക്കാട് എടുക്കാം. കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് ചിദംബര സ്മരണ എഴുതുന്ന അദ്ദേഹം കവിയായി അറിയപ്പെട്ടതിന് ശേഷം ഓൾറെഡി സെലിബ്രിറ്റിയാണ് ആൾ. ഞാനിതൊന്നും അല്ല, ഞാൻ പെയിൻ്റ് അടിക്കുന്ന മനുഷ്യനാണ്. എനിക്ക് പേടിക്കേണ്ടത് കാര്യ എൻ്റെ ചുറ്റുവട്ടത്തിൽ വളരെ കുറച്ച് മനുഷ്യരെ എനിക്ക് പേടിക്കണം. അവരാണ് ഈ പുസ്തകം വായിക്കാത്ത ആളുകളാണ്. അപ്പോൾ അവരൊരിക്കലും അവരെ പറ്റി നമ്മൾ മോശം എഴുതുന്നില്ല. സത്യം എഴുതിയപ്പോൾ സത്യമാണ് എഴുതുന്നതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് പറഞ്ഞു നിൽക്കാം. എഴുതിയത് സത്യമാണ് എന്ന് തന്നെ അറിയാവുന്നവരോട് പറഞ്ഞു നിൽക്കാം. അല്ലാത്ത പക്ഷെ അവർ വായിക്കുന്നതല്ല. എപ്പോഴും എൻ്റെ നാട്ടിൽ ഞാനൊരു എഴുത്തുകാരനാണ് ആർക്കും അറിയില്ല. നിങ്ങളൊരു 50 പേരോട് ചോദിച്ചാൽ ഒരാൾക്കെങ്ങാണ്ട് ചില ഇൻ്റർവ്യൂകൾ കണ്ടതുകൊണ്ട് പുസ്തകം വായിച്ചിട്ടല്ല അറിയാമെന്നല്ലാതെ അത് അങ്ങനെ കിട്ടുന്ന ധൈര്യമാണ്. അല്ലാതെ വേറെ ധൈര്യം നല്ലത്. കാരണം ഇവർക്ക് അറിയില്ല, ഇവർ വായിക്കില്ല എന്നുള്ള ധൈര്യം ഉണ്ടല്ലോ എനിക്ക്. എൻ്റെ പരിസരത്തുള്ള ഞാൻ എഴുതപ്പെടുന്ന മനുഷ്യർ എന്നെ വായിക്കില്ല എന്നുള്ള ആ ഒരു ധൈര്യം മാത്രമേ. സെലിബ്രിറ്റി അല്ല, എനിക്ക് എഴുതാം, അങ്ങനെയുണ്ടല്ലോ. അതുമല്ല, ഞാൻ വീക്കിലികളിലോ മാസികയിലോ ഒന്നും എഴുതി വന്ന ആളല്ല. ഫേസ്ബുക്കിൽ എന്ന് വെച്ചാൽ അവിടുത്തെ എഡിറ്ററും എഴുത്തുകാരനും ഒക്കെ ഞാനാണ്, എൻ്റെ പ്രൊഡ്യൂസറും ഞാനാണ് ഫേസ്ബുക്ക് ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ എഴുതി വരുമ്പോൾ എനിക്ക് പേടിക്കാനില്ല. അവിടെ കമൻറ്റ് ഇടുന്നവരെ പേടിക്കേണ്ടതുള്ളൂ. അതുപോലും എൻ്റെ നാട്ടുകാരുണ്ടാവില്ല, എൻ്റെ അനുഭവ പരിസരങ്ങളിൽ ഇല്ല. അതിൻ്റെ അർത്ഥം അവർ മോശമെന്നല്ല, അവർ അത്രയും സാധാരണ മനുഷ്യരാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത, പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടാത്ത, അന്നത്തെ അന്നത്തിന് നെട്ടോട്ടം ഓടുന്ന മനുഷ്യർ. അവർ അടയാളപ്പെടുത്തലുകളില്ലാത്ത മനുഷ്യർ. എവിടെയും സത്യത്തിൽ അവരെവിടെയും അടയാളപ്പെടില്ല. ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതിന് ഒരു തെളിവും അവർക്കുണ്ടാവില്ല. അല്ല, അടയാളപ്പെടുത്തിയത് കൊണ്ട് എന്താ കാര്യം? ഒരാൾ അങ്ങനെ ഇപ്പം നിങ്ങൾ ഇപ്പോഴും ഷേക്സ്പിയറെ വായിക്കുന്നു, ഐൻസ്റ്റീനെ ഓർക്കുന്നു, ന്യൂട്ടനെ ഓർക്കുന്നു, സിനിമാ താരങ്ങളെ ഓർക്കുന്നു, ഇബ്രഹാം ലിങ്കനെ ഓർക്കുന്നു, ഗാന്ധിജിയെ ഓർക്കുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ കുറേ പ്രേരകമാകുന്നില്ല ഗാന്ധിജി അടക്കം എല്ലാവരും. തീർച്ചയായിട്ടും. അല്ല, അതുകൊണ്ട് ഗാന്ധിജിക്ക് എന്ത് ഉപകാരം? അതുണ്ടാവില്ല. ഓക്കെ നമുക്ക് ഉപകാരമുണ്ട്. അല്ല, നമുക്ക് സമൂഹത്തിന് തന്നെ ഗുണം കിട്ടേണ്ടത്, ഒരു മനുഷ്യനെ കൊണ്ട് സമൂഹത്തിനാണ് ഗുണം കിട്ടേണ്ടത്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം നിങ്ങളിലേക്ക് തന്നെ ചുരുങ്ങി വളരെ ചെറുതായി പോകും. എന്ന് വെച്ചാൽ ഞാൻ മരിച്ചു പോകാനുള്ള മനുഷ്യല്ലേ, എനിക്ക് എന്തും ചെയ്യാം. അരാജകത്വത്തിലേക്ക് പോകാൻ പെട്ടെന്നുണ്ട് ആ ഒരു ചിന്താഗതി. നിങ്ങൾക്കത് ഉണ്ടെന്നല്ല പറയാം. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ, ഞാൻ ചെയ്ത കർമ്മം മരിച്ചാലും അങ്ങനെ ആവുമ്പോൾ അരാജകത്തിന് പോകാം. നിങ്ങൾക്ക് എന്തും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കൊലപാതകി ആവാം, നിങ്ങൾ വിഷയമൊന്നുമില്ലല്ലോ അവിടെ. എന്തും ആവാം നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അല്ല, അപ്പോഴും ഒരു മനസാക്ഷി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ദൈവിക അംശം ഇങ്ങനെ ചിന്തിക്കുന്നവരുടെയും ഉള്ളിലില്ലേ ഇപ്പോൾ? എനിക്കത് കത്തിയില്ല. അതായത് ഇപ്പം ഞാനിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ മരിച്ചാലെന്ത്, ഞാൻ ജീവിച്ചാലെന്ത് എന്ന് ഒരാൾ ചിന്തിച്ചാൽ പോലും അയാൾക്ക് മനസാക്ഷി ഉണ്ടാവാതിരിക്കണം എന്നില്ലല്ലോ. ഇല്ല, മനസാക്ഷി ഉണ്ടാവുന്നു അപ്പോഴും ആ സ്പർശം ഉള്ളിലുണ്ട്. അതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ മരിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങളാ പറഞ്ഞ ഒരു പോയിന്റിൽ എത്തിയ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതിരിക്കണം. വിശക്കുമ്പോൾ എണീറ്റ് ഭക്ഷണം എടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അതിനെയും കൂടി ചേർത്താണ് ഞാൻ ഈ സ്പർശം എന്ന് പറയുന്നത്. വിശപ്പിന്റെ മുന്നിൽ ദൈവമില്ല എന്ന് പറയുമ്പോൾ അതായത് മിക്കവാറും സാമൂഹ്യ തിന്മകളുടെയും പുറകിൽ അതിൻ്റെ കാരണം ദാരിദ്ര്യമല്ലേ? അങ്ങനെ പറയാൻ വയ്യ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അടച്ച് ആക്ഷേപിക്കും പോലെ. സാമൂഹ്യ തിന്മകൾ സമൂഹം സൃഷ്ടിക്കുന്നതാണ്, വ്യക്തിയല്ല. വ്യക്തിയാണ് ദരിദ്രൻ. നമ്മുടെ വ്യവസ്ഥിതിക്കാണ് കുഴപ്പം. അല്ലാതെ ഒരാൾ കാശ് ഉള്ളവനും മറ്റവൻ ഇല്ലാത്തവനുമായി ജനിക്കുന്നത് അവരെ കുറ്റമല്ല, ഉള്ളവൻ്റെയും കുറ്റമല്ല, ഇല്ലാത്തവൻ്റെയും കുറ്റമല്ല. അതൊരു വ്യവസ്ഥിതിയാണ്, അത് മാറേണ്ട വ്യവസ്ഥിതിയാണ്. കുറേ ഒക്കെ മാറ്റപ്പെടുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് മാറില്ല. അതങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഒരു ഘടന അങ്ങനെയാണ് മനുഷ്യൻ്റെ. എന്ന് വെച്ചാൽ സമ്പന്നൻ ഉണ്ടാവും,
ദരിദ്രൻ ഉണ്ടാവും, അവർ തമ്മിലുള്ള സംഘർഷം ഉണ്ടാവും. അത് ഒരു പ്രപഞ്ച നിയമമാണ്, അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. നമ്മൾ മാറ്റിമറിക്കാൻ നോക്കിയ രാജ്യങ്ങൾ ഒരുപാട് ദർശനങ്ങളൊക്കെ നമുക്ക് ഒരുപാടില്ലേ, എനിക്കിഷ്ടമാണ് ദർശനം, പക്ഷേ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഇതുവരെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ മറ്റു രൂപങ്ങളിൽ അതിന് ഭാവി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ദരിദ്രൻ്റെ കുഴപ്പമല്ല അവൻ ദരിദ്രനായത് എന്ന് വെച്ചാൽ ഒരു മുസ്ലിമായിട്ട് ജനിക്കുന്ന മനുഷ്യൻ ഓൾറെഡി നിശ്ചയിച്ചിട്ടല്ല മുസ്ലിമായിട്ട് ജനിക്കും. മതം പോലും ഒന്നും മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല. നിങ്ങൾ മലയാളി ആവണമെന്നുള്ള നിങ്ങളെ തിരഞ്ഞെടുപ്പല്ല, ഇന്ത്യക്കാരനാവണമെന്നുള്ള നിങ്ങളെ തിരഞ്ഞെടുപ്പല്ല. ജനിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പേ അതായി മാറുന്നുള്ളൂ. നിങ്ങളെ മതം ഇതാണ് നിങ്ങൾ തിരിച്ചറിയുന്നേ ഉള്ളൂ. രാജ്യം ഇതാണ്, എൻ്റെ ഭാഷ ഇതാണ്, എൻ്റെ സംസ്കാരം ഇങ്ങനെയാണ് നമ്മൾ പിന്നെ തിരിച്ചറിയുന്നത്. ഇതൊന്നും നമ്മളെ ചോയ്സല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പരിമിതി ഉണ്ട് മനുഷ്യന്. നമുക്ക് പരിമിതി ഇല്ല എന്നൊക്കെ ചിന്തിച്ചളയും. അവിടെ നിന്നാണ് ഈ വലിയ വലിയ വീരവാദങ്ങളൊക്കെ വരിക. അതേ പോയിന്റിൽ തന്നെ മഹത്തായ ദർശനങ്ങളുണ്ടാവുക. കാരണം ഭയന്ന് നിൽക്കുന്നവന് ഒരിക്കലും ദർശനം രൂപീകരിക്കാൻ കഴിയില്ല. അന്തമില്ലാതെ ചിന്തിച്ച മനുഷ്യരെ തന്നെയാണ് സമൂഹത്തെ മാറ്റി തീർത്തിട്ടുള്ളത്. അവർക്ക് അതിന് പറ്റി ഇത് രണ്ടിൻ്റെ ഒരു പോയിന്റ് ഉണ്ട് നടുവിൽ. ചിലരവിടെ നിന്ന് ഭ്രാന്തിലേക്ക് പോകും കാട് കയറിയിട്ട്. അല്ലാതെ ഇതിലെ ഭ്രാന്താശുപത്രിയിൽ കിടക്കുകയും ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ്. ഡിപ്രഷനിൽ പോയിട്ടുണ്ട്. ഒരു പൊതുവെ മനുഷ്യൻ നമ്മൾ പറയും ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണെങ്കിൽ കാണാൻ നല്ല രസമാണെന്ന് പറയും. ഒരു ഭ്രാന്തനോട് സമൂഹം ചെയ്യുന്ന അനീതിന് മുകളിൽ ആണോ ഒരു ദരിദ്രനോട് ചെയ്യുന്ന അനീതി? തീർച്ചയായിട്ടും ഭ്രാന്തന് തിരിച്ചറിയ ഞാൻ നീതിക്ക് വിധേയനാക്കപ്പെടുന്നു എന്ന് ഭ്രാന്തൻ തിരിച്ചറിയുന്നില്ല. അവനാ ബോധമല്ല, മനസ്സിലാവുന്നില്ല. പക്ഷേ ദരിദ്രന് കൃത്യമായിട്ട് ബോധമുണ്ട്. അവന് രണ്ടു നേരം ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ ഇത് കിട്ടുന്നില്ല, ഭക്ഷണം വേസ്റ്റാക്കി കളയുന്ന ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടെന്നുള്ള ബോധം അവനുണ്ട്. ഈ മനസ്സിൻ്റെ താളം തെറ്റിയ മനുഷ്യർക്ക് അതുണ്ടാവില്ല. ഭ്രാന്തെന്ന് ഉപയോഗിക്കണം അങ്ങനെ പറയാമല്ലോ. മനസ്സിൻ്റെ താളം തെറ്റിയ അല്ലെങ്കിൽ മനസ്സിന് രോഗം വന്ന അവർക്ക് ഈ ബോധമില്ല. എന്ന് വെച്ചാൽ ഞാൻ നേരിടുന്നത് അനീതിയാണെന്നുള്ള ബോധമില്ല. നമ്മൾ തെരുവിലൂടെ അരിഞ്ഞു നടക്കുന്ന മനുഷ്യരെ കണ്ടല്ലേ, ഒരു ബോധവും ഇല്ല അവർക്ക്. വിശപ്പല്ലാത്ത മറ്റൊരു വികാരം ഉണ്ടാവില്ല, ചിലപ്പോൾ കാമുണ്ടായേക്കാം. ഈ രണ്ട് വികാരം ഒഴിച്ചൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഞാൻ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ പൊതുവെ ആളുകൾ വായിച്ചെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത കാൾ യൂങ്ങിനെ പറ്റിയും ഫ്രോയിഡിനെ പറ്റിയൊക്കെ വായിച്ച് അതൊക്കെ കൈവിട്ടു പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പിന്നീട് അത് വായിക്കാൻ ധൈര്യം കിട്ടിയോ? ഇതൊക്കെ ഞാൻ തിരിച്ചു വന്നു അതിലോട്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും വിദ്യാഭ്യാസം കിട്ടാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് പ്രപഞ്ചത്തിലെ നിയമങ്ങൾ അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ചുവപ്പ് വർണ്ണം കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ഫിസിക്സ് പഠിച്ച മനുഷ്യരായിരിക്കും, ഭൗതികശാസ്ത്രം. ഞാനത് പഠിച്ച ആളല്ല. അപ്പോൾ പെട്ടെന്ന് ഈ അറിവെല്ലാം കൂടി എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടാകുന്നൊരു ആന്തലുണ്ട്. നമ്മുടെ ചലനം, ഒരു വാഹനം പോകുന്നതിൻ്റെ കൃത്യമായ ശാസ്ത്രീയ നിയമമുണ്ട്. അത് കുട്ടികൾ ചലന നിയമം പഠിച്ചവരൊക്കെ കുട്ടികളത് പഠിച്ചു വന്നു. ഞാനിത് പഠിച്ച മനുഷ്യനല്ല. അപ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ മണ്ടയിലേക്ക് അടിച്ച് കയറ്റിയപ്പോൾ ദഹിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമേ ഉണ്ടായുള്ളൂ. അതാദ്യം. പിന്നെ അത് ഞാൻ ഓർക്കുമ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് സൂയിസൈഡ് സെൻറ്റൻസ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, പിന്നെ ഈ ഡിപ്രഷൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം കൂടി ആയപ്പോൾ അതങ്ങോട്ട് ഒന്ന് ആളിക്കത്തിയെന്നുള്ളൂ. പക്ഷേ ആളിക്കത്തി ഒന്ന് അമർന്ന് എത്തിയപ്പോൾ പിന്നെ ഞാൻ എന്തൊക്കെ എന്നെ ഭയപ്പെടുത്തിയോ, ഉപനിഷത്താവട്ടെ, വൈരുദ്ധ്യാത്മക ഭൗതികവാദമാവട്ടെ, ഫ്രോയിഡ് ആവട്ടെ, മനഃശാസ്ത്രമാവട്ടെ, എന്തുകൊണ്ട് എന്നെ ഭയപ്പെടുത്തി എന്നുള്ള കാരണം അറിയാൻ വേണ്ടി തന്നെ ഞാൻ തിരികെ അതിലോട്ടെത്തി അത് വീണ്ടും വായിച്ചു. അപ്പോൾ ഇല്ല, അത് മെല്ലെ ഒരു തീവ്രത കുറഞ്ഞു വന്നു. പിന്നെ നമുക്കത് വളരെ സ്വാഭാവികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റി. അപ്പോൾ ജീവിതത്തിലൊരു മാറ്റമൊക്കെ വരാൻ തുടങ്ങി. ഈ കാര്യങ്ങൾ ഗ്രഹിച്ചല്ലോ നമ്മൾ. എന്നുവെച്ചാൽ ഞാൻ ഭ്രാന്തിൽ തൊട്ടിട്ട് വന്ന മനുഷ്യനാണ്, മരണത്തിൽ തൊട്ടുവന്ന മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് അത് ഗുണമെന്നാണ് ഞാൻ പറയുന്നത്, രണ്ടും തൊടാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അവരെ കൂളായിട്ട് വായിക്കാം. മറ്റേത് ഞാൻ എന്തല്ലാതെ വായിക്കുന്നു. 5 വർഷം സൈക്കോളജി വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു സാധനം 1 മാസം കൊണ്ട് കുത്തിയിരുന്ന് വായിച്ച് അതിന് പരീക്ഷണങ്ങളൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ ദഹിക്കില്ലല്ലോ ഒരിക്കലും. ഒരു 8ാം ക്ലാസ്സുകാരനുള്ളതല്ല അത്. പടിപ്പടിയായിട്ട് നമ്മൾ നേടേണ്ട അറിവാണ്, ഒറ്റയടിക്ക് വാരി വിഴുങ്ങാനുള്ളതല്ല. അത് ഭക്ഷണം ചിലപ്പോൾ അമിതമായിട്ട് കഴിച്ചുണ്ടാവുന്ന ഒരു ദഹനക്കേടുണ്ടാവുമല്ലോ. അത് അറിവിനുണ്ടാകുക കാര്യം, എല്ലാ കാര്യത്തിനും ഉണ്ടാവാതെ. എന്തും നിങ്ങൾ സെക്സോ എന്താവട്ടെ, ഒരു പരിധിക്കപ്പുറം അധികമായാലും അമൃതും വിഷം എന്ന് പറയും പോലെ അത് എല്ലാവരും ബാധകമാണ്. അറിവായാലും അറിവും വിഷവും തീർച്ചയായിട്ടും അത് അനുഭവിച്ചവർക്കറിയാം. മലപ്പുറം ഭാഷയാണ് ഓതി. ഈ അതിൻ്റെ പിന്നിൽ കഥ ഓതി മാറിയാന്ന് പറയാൻ ഈ മതം പഠിക്കാൻ കുട്ടികളെ വിടും ചെറുപ്പത്തിൽ. അധികം ദരിദ്ര കുടുംബങ്ങളെല്ലാം വിടാം. എന്ന് വെച്ചാൽ അവർ ചിലവൊന്നും പിന്നെ നോക്കണ്ടല്ലോ, ഭക്ഷണം വസ്ത്രമൊക്കെ അവിടെ കഴിഞ്ഞു പോകും. അപ്പോൾ അവിടെ കഠിനമായ മതപഠനം ഉണ്ടാവുക. അധികം വ്യാകരണം പഠിപ്പിക്കുന്നത് അറബി ഭാഷയുടെ അല്ലെങ്കിൽ മതം ഏതാവട്ടെ. അപ്പോൾ ഈ ഒന്നും അവർക്ക് വിനോദമില്ല. കൃത്യം ഇത് തന്നെ, രാവിലെ എണീക്കൽ മുതൽ ആ ഒരു മതപഠനം ചിട്ടയായിട്ട് കൃത്യം ഒരു യന്ത്രം പോലെ അവരത് പഠിക്കുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് അവർ അങ്ങോട്ട് മറിഞ്ഞു പോകും. ഒരു ചെറിയ മാനസിക പ്രശ്നത്തിൽ വരും. പക്ഷെ അത് ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല. അച്ഛനമ്മയൊന്നും കൂടെ ഇല്ലല്ലോ, ഗുരുക്കന്മാരാണല്ലോ അവർ. അങ്ങനെ ഹോസ്റ്റൽ പോലെ എത്തിക്കാനാന്നൊക്കെ പറയും നമ്മൾ. അങ്ങനെ പോയ കുട്ടികൾ 10ൽ 2 കുട്ടികളോളം ഇങ്ങനെ ഉന്മാദം തൊട്ടിട്ട് മടങ്ങി വരും.
പിന്നെ അവർ തിരികെ അങ്ങോട്ട് പോയില്ല. പിന്നെ അവർ ഈ അപ്പം അന്നത്തെ കാലത്ത് ചികിത്സയല്ലേ, മന്ത്രവാദം, പൂജയും തങ്ങളും മൂല്യരും ഒക്കെ ആയിട്ട് അതങ്ങോട്ട് പോകും, വഷളാവുകയും ചെയ്യാം. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാവും സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തുക. അപ്പോഴേക്കും പിന്നെ ആ കുട്ടിയുടെ ആയുസ് കുറേ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ പ്രയോഗം വരുന്നുണ്ട്, ഓതി മാറിയാന്നുള്ളത്. ദർസിലോട്ട് ഓതാൻ പോകും, അല്ലെങ്കിൽ ഓതാൻ പോകും. ഓതാന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാ, മതം പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അറബി ഭാഷ, സാഹിത്യം ഇതൊക്കെ പഠിക്കുക ചെയ്യുന്നത്, വ്യാകരണ നിയമങ്ങളൊക്കെ. എന്തെങ്കിലും ഓതി മറിഞ്ഞു വരും ഇങ്ങനെ ഈ അങ്ങനെ ഒരു ഭംഗിക്ക് പറയുന്നത് ഓതി മറിയാന്ന്. ചിലത് പീരാന്തായി വരിക എന്ന് പറയും മലപ്പുറം ഭാഷയിൽ. അപ്പോൾ ഉമ്മ കാണുമ്പോൾ ഇത് തന്നെ അവസ്ഥ. എപ്പോഴും ഇരുന്ന് കിതാബ് എന്ന് ഉമ്മ പറയാം, പുസ്തകത്തിന് അറബി കിതാബാ തോന്നുന്നു വാക്ക്. ഇരുന്ന് വായിക്കുന്ന ഒരാൾക്ക് ഓതി മറിയുന്ന ഉമ്മ വിചാരിച്ചാൽ ഒരു തെറ്റും പറയാൻ വയ്യല്ലോ, ഓതി മറിയുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ പക്ഷമാണ് ശരി. പ്രായോഗിക ജീവിതത്തിൽ മനുഷ്യനെ കുറെ മനസ്സിലാക്കി. നിർഭാഗ്യവശാൽ അവസാനത്തെ പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഈ മനുഷ്യനൊരു സുഖമുള്ള ഏർപ്പാടല്ല എന്നുള്ളത്. അപ്പൊ അത് അതിന്റെ ടൈറ്റിൽ ഭയങ്കര രസമുള്ള. ഒരു പക്ഷെ മനുഷ്യൻ വേദനിക്കുന്ന പോലെ വേറൊരു മൃഗവും വേദനിക്കുന്നുണ്ടാവില്ല അല്ലെ? മാനസികമായ വേദന മറ്റു മൃഗങ്ങൾക്ക് ഉണ്ടാവും. എത്ര അല്ല, ഈ വേദന അനുഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. മനുഷ്യൻ തിരിച്ചറിവുള്ളത് കൊണ്ടാണ് നമുക്ക് വേദനയായിട്ട് മാറുന്നത്. നമ്മളൊരു നായി അടിക്കുക എറിയുക ഒക്കെ ചെല്ലുമ്പോൾ നായ്ക്ക് വേദനയുണ്ട്, നമ്മൾ അത്ര തീവ്രമായിട്ട് അതിന് സെൻസർ വർക്ക് ചെയ്യുന്നില്ല, വേദനയുടെ തിരിച്ചറിവ് ഉണ്ടാവുന്നില്ല, മാനസിക തലം വളർന്നിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ വലിയ വേദനയായിട്ട് തോന്നുന്നത്. അവർക്കിത് ഇല്ല എന്നത് നമ്മളെ ധാരണയാണ്, അവർക്ക് ഉണ്ടോ ഇല്ലെന്ന് അവർക്ക് അറിയാം. കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എത്ര അവരുടെ വേദനയുടെ തീവ്രത എന്താണെന്നുള്ളത്. അല്ല, ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചും നമ്മൾ വേദനിക്കുമല്ലോ. അതുണ്ടാവും, മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെ അതാണല്ലോ. ഉള്ളത് ഇല്ലാതെയും ഇല്ലാത്തത് ഉള്ളതും സങ്കല്പിച്ച് അതിൻ്റെ പുറമെ ഇഷ്ടംപോലെ സ്വപ്നം കാണാം, കരയാം, വേദനിക്കാം. മനുഷ്യരുടെ ഗുണവും ദോഷവും അവിടെയാണ്. സങ്കല്പിക്കാനുള്ള കഴിവ് അത് എഴുത്തുകാർക്ക് മാത്രമല്ല, എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും സങ്കല്പിക്കാനുള്ള കഴിവുണ്ട്. എല്ലാവരും ഉള്ളിൽ മറ്റൊരു ജീവിതം ജീവിക്കുന്നുണ്ടോ. ഈ മനുഷ്യന്റെ ഉള്ളിലത്തെ ജീവിതം ആണല്ലോ പ്രധാനമായിട്ടും ഈ മനഃശാസ്ത്രത്തിൻ്റെയൊക്കെ വിഷയം വരുന്നത്. പ്രധാന പല പല ടോപ്പിക്സ് പുസ്തകങ്ങളിൽ വന്നതിൽ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ചത് ഭ്രാന്ത് തന്നെയാണ്. അപ്പം അതിൽ ഈ സമൂഹം ഈ ഒരു അവസ്ഥയെ, ഈ മാനസികാരോഗ്യത്തിൻ്റെ ഒരു ക്രൈസിസ് ഉണ്ടല്ലോ അവിടെ, ഇതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഞങ്ങളെ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് വരുന്നതെങ്കിൽ, ആൺകുട്ടികളെ പിന്നെയും അച്ഛനമ്മമാർ ധൈര്യമായിട്ട് സൈക്യാട്രിസ്റ്റിനെ കാണാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു മടിയില്ലാതെ അവരെ സ്വന്തം വാഹനത്തിലോ മറ്റു വാഹനത്തിലോ വിളിച്ച് കൊണ്ടുപോകും. പക്ഷേ ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് സേഫ്റ്റി, സുരക്ഷിതത്വം കരുതണം. എന്ന് വെച്ചാൽ നാളെ അവളെ വിവാഹം കഴിക്കാൻ ആളുണ്ടാവില്ല, പുരുഷൻ തയ്യാറാവില്ല. അപ്പോൾ അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഒരു കാലത്ത് അത് എറിയൊക്കെ ചെയ്തൊരു കാലങ്ങളുണ്ടായിരുന്നു. മാനസിക അസുഖം എന്താണ്, മാനസിക അസുഖം എന്നറിയാതെ മന്ത്രവാദികളെ കൊണ്ട് തിരണ്ടിവാൽ കൊണ്ടടിപ്പിക്കുകയും പല പല ചികിത്സാ രീതികളുണ്ടായി. അവിടെ നിന്നൊക്കെ ഒരുപാട് മാറി. സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഉണ്ട്. എന്നാൽ പോലും സമൂഹം അത് അംഗീകരിച്ചിട്ടില്ല. നിങ്ങളുടെ ശരീരത്തിന് പനി വരും പോലെ, എന്തെങ്കിലും ഒരു പ്രശ്നം വരും പോലെ മനസ്സുള്ളവർക്ക് മനസ്സിന് പ്രശ്നം വരുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറും എഴുതാറുണ്ട്. അപ്പോൾ ഇപ്പോഴും സമൂഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. നമുക്ക് ഇഷ്ടംപോലെ സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അതനുസരിച്ച് രോഗികളും പെരുകി വരുന്നുണ്ട് അല്ലേ? പൊതുവെ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. 10 പേര് സപ്പോർട്ടില്ലല്ലോ, കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, ഒരു കൂടിച്ചേരലില്ല, വിഷയങ്ങൾ തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് 10-ൽ 6 പേര് ഡിപ്രഷൻ ഉള്ളവരാണെന്ന് പഠനങ്ങൾ പറയുന്നത്. 10-ൽ 6 ഞാൻ വായിച്ച പഠനങ്ങൾ ശരിയാണെങ്കിൽ, അത് ശരിയായിക്കൊള്ളുന്നില്ലല്ലോ. മലയാളിയുടെ കാര്യം പറഞ്ഞത്, മലയാളിയാണ് അതിന് മുന്നിൽ ഡിപ്രഷൻ്റെ കാര്യത്തിൽ. പെട്ടെന്നുണ്ടല്ലോ നമുക്ക് ഡിപ്രഷൻ. മലയാളിയുടെ ഈ മദ്യപാനാസക്തിയുടെ ഒരു പ്രധാന കാരണം ഇത് തന്നെയായിരിക്കും. ഒരു മോചനം നേടാൻ വേണ്ടിയിട്ടായിരിക്കാം മദ്യമായാലും ഈ കഞ്ചാവായാലും ഇപ്പോൾ പുതിയ ലഹരി പദാർത്ഥങ്ങളിലെല്ലാം എന്തൊക്കെയോ നാവിൽ വെക്കുന്നതോ എന്തൊക്കെ പേരുള്ള. എന്തായാലും അവന് എന്തോ ഒരു അസ്വസ്ഥം തേടിയാണ് അങ്ങോട്ട് പോകുന്നത്. അതിലും വലിയ കുരുക്കാണെന്നുള്ളത് അറിയില്ല. പിന്നെ തിരിച്ചു വരാൻ പെടുന്ന പാട് നമ്മൾ കാണുന്നതാണല്ലോ ചുറ്റുവട്ടത്തും. പൊതുവെ ഒരു എഴുത്തുകാരനാണ്. ഈ മതത്തിൻ്റെ ചട്ടക്കൂടുകളെ അത്രയധികം കണക്കാക്കുന്ന ഒരാളുമല്ല. പക്ഷേ എന്നിട്ടും ലഹരിയിൽ നിന്ന് ഇത്ര ദരിദ്രമായ സാഹചര്യം, സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള വളർച്ച, അതും തീരെ ചെറുപ്പത്തിൽ, എന്നിട്ടും ലഹരിക്ക് അടിമപ്പെട്ടില്ല. ഇല്ല, നമ്മളത് കാണുന്നില്ല. അടിമപ്പെട്ടവർ അനുഭവിക്കുന്നതും കാട്ടിക്കൂട്ടുന്നതും ഒക്കെ നമ്മൾ കാണുന്നില്ല. വളരെ ചെറുപ്പം മുതൽ ഞാൻ എഴുതിയില്ല. വളരെ ചെറുപ്പത്തിൽ ഞാൻ കഞ്ചാവ് എന്താണെന്നറിയാതെ കഞ്ചാവ് വിറ്റ മനുഷ്യനാണ്. 10 രൂപയുടെ പൊതി 15 രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് 10 പൊതി വിറ്റാൽ 50 രൂപ കിട്ടും. അപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ കഞ്ചാവ് അടിച്ച ആളുകൾ, വലിച്ച ആളുകൾ കടലിലോട്ടൊക്കെ ഇറങ്ങിപ്പോകും. അവർ പിന്നെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് വരിക ചെയ്യുക, അല്ലെങ്കിൽ കുറയുമ്പോൾ വരും, കയറി വരും. അന്ന് മുതൽ നമ്മൾ ഈ ലഹരിയാണെന്ന് അറിയില്ല, പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. മദ്യപൻ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾ നമ്മൾ കാണുന്നതാണ്. മുണ്ടുരിഞ്ഞ്, പണ്ടൊക്കെ അങ്ങനെ മുണ്ടുരിഞ്ഞ് ചിലപ്പോൾ അടിയിലൊന്നും ഉണ്ടാവില്ല, ഇവർ തോളിലിട്ടിട്ടൊക്കെ നടക്കും. ഇതൊക്കെ കാണുമ്പോൾ അത് മോശമാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും ആർക്കും ഉള്ളിൽ കിടക്കാവുന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ചും മതം, സംസ്കാരം ഒന്നും വേണ്ട. മനുഷ്യനായാൽ മതി, മനുഷ്യനത് മനസ്സിലാവുമല്ലോ. അതിന് സപ്പോർട്ടിങ് ഒന്നും വേണ്ട.
സാധാരണ ചിലവർക്ക് ചെറുപ്പത്തിലെ മതം പഠിച്ചവർക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. തെറ്റാണെന്നുള്ള ബോധം ചെറുപ്പത്തിലെ കടന്നിട്ട് മദ്യപിക്കാത്ത എത്രയോ മനുഷ്യരുണ്ട്. എൻ്റെ കാര്യത്തിൽ മതം ആവില്ല അത് എന്തായാലും. കാരണം കൃത്യമായിട്ട് മതം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യനല്ല ഞാൻ. അത് അങ്ങനെ തന്നെ എനിക്ക് സമൂഹം പകർന്നതായിരിക്കാം. എന്ന് വെച്ചാൽ മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിക്കാത്തവരുണ്ട്. മദ്യപിച്ച് അലമ്പ് കളിക്കുന്നവനെ മോശമായിട്ട് തന്നെ സമൂഹം കാണുന്നുണ്ട്. അപ്പോൾ ഞാനെന്ന കുട്ടി ഇത് കാണുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണ്, ഇത് ശരിയാണ് എന്നുള്ള ബോധം സമൂഹം തന്നെ എനിക്ക് തന്നിട്ടുണ്ടാവുക. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെ കിട്ടുന്നത്. വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്നാണ് തെറ്റും ശരിയും നമ്മൾ തിരിച്ചറിയും. നേരത്തെ ഈ ലഹരിയെ പറ്റി നമ്മൾ പലരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പം പൊതുവെ ലഹരി നല്ലതാണെന്നൊന്നും നമ്മുടെ ഗസ്റ്റുകൾ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ഇടയ്ക്കൊക്കെ ഒരെണ്ണം കഴിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മിതമായ രീതിയിൽ എനിക്കിതൊക്കെ ഉപയോഗിച്ചുകൂടെ എന്നുവെച്ചാൽ എനിക്ക് ഉപയോഗിച്ചുകൂടെ ഞാൻ ആലോചിച്ചിട്ടില്ല. മറ്റുള്ളവരത് ഉപയോഗിക്കുമ്പോൾ അത് അത്ര ഒരു വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ മാന്യമായിട്ട് മദ്യപിക്കുന്ന മനുഷ്യരുണ്ട്. ദിവസം ഇപ്പോൾ അതിൻ്റെ കണക്കുണ്ടാവണം, ഇപ്പോൾ എന്താ അതിന് പറയാം, എന്തായാലും അത് കൃത്യം ഒരളവ് കഴിച്ചിട്ട് അവർ വളരെ മര്യാദയായിട്ട് വീട്ടിലിരുന്ന് കഴിക്കുന്നവരുണ്ട്. നമ്മുടെ പരിചയത്തിൽ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന, ആരെയും ഒന്നും ബാധിക്കാത്ത, സ്വന്തം ഇണയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തെ പോലും ബാധിക്കാത്ത രൂപത്തിൽ മാന്യമായിട്ട് ഒരു ബന്ധത്തെയും ഒന്നും ദോഷം വരാതെ മദ്യപിക്കുന്ന മനുഷ്യരുണ്ട്. അത് തെറ്റാന്ന് പറയാൻ ഞാൻ ആളല്ല. അതിനുള്ള അവകാശം നമുക്കില്ലല്ലോ. ഞാനത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് മദ്യപാനം മോശമാണ് എന്ന് പറയുമ്പോൾ അമിത മദ്യപാനം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു ദിവസം ജോലിയെടുത്തിട്ട് ആ കൂലി മുഴുവൻ കുടിച്ച് കളഞ്ഞിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഈ പള്ളി വിശന്നിരിക്കുന്ന പിള്ളേരെ കാണുന്നൊരവസ്ഥയുണ്ട്. അത് സാധാരണക്കാരതിലും ഇപ്പോൾ കൂലിപ്പണിയാണെന്ന് ഞാൻ പറഞ്ഞു. ചിലപ്പോൾ മാസം ശമ്പളം കിട്ടുന്ന വ്യക്തി അത് മുഴുവൻ കുടിച്ച് കളയുന്നുണ്ടാവും. അതിനോടെ നമുക്ക് വിയോജിപ്പുള്ളൂ. നിങ്ങളെ സമ്പത്ത് നിന്ന് നിങ്ങൾ ആരോഗ്യം സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അല്പം മദ്യപിച്ച് ഒരു ആശ്വാസം കണ്ടെത്തേണ്ടത് അത് ഞാൻ ചെയ്യുന്നില്ല എന്ന് കരുതി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. എനിക്ക് ബീഫ് ഇഷ്ടമല്ല എന്ന് കരുതി നിങ്ങൾ ബീഫ് കഴിക്കണ്ടെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. ജനാധിപത്യ രാജ്യമാണ്. മദ്യം സർക്കാർ അംഗീകരിച്ച് വിൽക്കുന്നതാണ് അല്ലേ. സർക്കാർ ഇതിന് നികുതി വാങ്ങിയിട്ട് ആണ് നമുക്ക് എല്ലാവർക്കും ശമ്പളം പെൻഷൻ സോക്കോൾഡ് ജഡ്ജികൾക്ക് ശമ്പളം കൊടുക്കണമെങ്കിലും മദ്യം വിൽക്കണം. അപ്പോൾ കുടിയന്മാരുണ്ടാവേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ്, വ്യവസ്ഥിതിയുടെ ആവശ്യമാണ്. കുടിയന്മാരുണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് തെറ്റു പറയാൻ വയ്യാന്ന്. ഇത് വിഷയം നിങ്ങൾ ഭാര്യയെ, മക്കളെ ആക്രമിക്കുക, അയൽവാസിയെ ആക്രമിക്കുക, അക്രമാസക്തൻ എപ്പോൾ ആവുന്നോ എല്ലാ അർത്ഥത്തിലും അപ്പോൾ അത് മദ്യം അപകടമായി തുടങ്ങും. അല്ലാതെ നിങ്ങൾ ആരോഗ്യത്തെയും മറ്റു ബന്ധങ്ങളെയും ബാധിക്കാത്ത രൂപത്തിൽ വ്യക്തി മദ്യപിക്കുകയോ മറ്റ് ലഹരി ഉപയോഗിക്കുകയോ ചെയ്യുന്നതിനുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിയോജിപ്പില്ല. അതാ മനുഷ്യന് സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യയിലുണ്ട്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. മുതിർന്ന മനുഷ്യർ കൂടിയാണ്. അവർക്ക് തീരുമാനിക്കുക വേണോ വേണ്ടത്. അത് അവരിഷ്ടമാണ്. അത് ദോഷം ചെയ്യുന്നൊരു കാര്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എൻ്റെ കാര്യത്തിൽ. മറ്റുള്ളവരെ ഇപ്പോൾ എന്ത് പറയുന്നത് നമ്മൾ മെയിൻ ചെയ്യും വേണ്ട. ചിലവർ അതും മോശമെന്ന് പറയുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയുന്നവരുണ്ടാവാം. എൻ്റെ കാഴ്ചപ്പാടിൽ എന്നെ സംബന്ധിച്ച് അത് മോശമല്ല. ഞാനത് ചെയ്യുന്നില്ല. എന്നെ ബാധിക്കില്ലല്ലോ അവർ ചെയ്യുന്നത്. അവർ കൈ വാങ്ങുമ്പോൾ എന്നെ ബാധിക്കും. ഇത് നമ്മൾ മാനസികാരോഗ്യത്തിൽ നിന്ന് മാറി വരുന്നതിന് മുമ്പ് അവസാനമായിട്ടൊരു ഇങ്ങനെ അനുഭവസ്ഥനായതുകൊണ്ട് ചോദിക്കുന്നതാണ്. സ്വന്തം മാനസികാരോഗ്യം സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഭയക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും അവർക്കൊരു പറയാനല്ല, അത് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊരു വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് രാജ്യമാണ് നമ്മൾ സൈക്യാട്രിസ്റ്റുകളുടെ സൈക്കോളജിസ്റ്റുകളുടെ അത് സൈക്കോളജിസ്റ്റുകളെ സമീപിക്കാം. അവർ മരുന്നല്ലല്ലോ ഉണ്ടാവുക. എന്നിട്ട് അവർ പറയും നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കാണാൻ വേണ്ടേ. അപ്പോൾ അവരെ കാണാം. ഈ മരുന്ന് കഴിക്കുന്ന അത്ര മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നത് വലിയ കുറ്റമൊന്നുമല്ല. അതൊരു ചികിത്സാ രീതിയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശരീരം മനസ്സും രണ്ടായിട്ട് കണ്ടിട്ടാണ്. നിങ്ങളെ ഉള്ളിൽ തന്നെയാണുള്ളത്. തലച്ചോറാണ് നമ്മൾ മനസ്സ് എന്ന് പറയുന്നത്. അതിനൊരു പനി വന്നതാണ് അങ്ങനെ കരുതിയിട്ട് സമൂഹം അത് കരുതില്ല. പക്ഷെ വ്യക്തി കരുതണം. അവൻ്റെ കുടുംബത്തിൽ ആരോ ഉള്ളത് അവർ കരുതണം. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ തന്നെ മാറ്റേണ്ടത്. അല്ലാതെ അതിന് മദ്യ പരിഹാരമല്ലല്ലോ, കഞ്ചാവ് പരിഹാരമല്ല. കൂടുതൽ ദോഷം ചെയ്യുള്ളൂ. മാനസികമായിട്ട് ചെറിയ പ്രശ്നമുള്ളവർക്ക് പോലും ഡിപ്രഷൻ കുഞ്ഞു ഫസ്റ്റ് സ്റ്റേജൊക്കെ. പക്ഷെ അതുപോലെ ഇത് ദോഷം ചെയ്യുക, ലഹരി ദോഷം ചെയ്യുക. പിന്നെ ഇതിന് അഡിക്റ്റ് ആവും. അതിനേക്കാൾ വലിയ വിഷയമാവും. അത് ആ വിഷയം കൂടി വരുന്നുണ്ടോ അത് അറിയില്ല. ഈ മദ്യത്തിൻ്റെ മറവ് കൊണ്ട് ഇത് അഡിക്റ്റും അതും കൂടി ആകുമ്പോൾ പിന്നെ മലപ്പുറം ഭാഷയിൽ മൂച്ചിപ്പിരാന്തനാണ്. മൂച്ചിപ്പിരാന്തൻ, മുഴുഭ്രാന്തൻ എന്ന് പറയല്ലോ നമ്മൾ. നല്ല നട്ടപ്രാന്തം സുഖമുള്ള കാര്യമല്ലല്ലോ. അല്ലാതെ എന്തോ സൈക്കോസിസിനെയൊക്കെ പറയുന്നതാണോ അതോ സ്കിസോഫ്രീനിയ? ഇപ്പോൾ നാടൻ പ്രയോഗം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടി വല്ലാതെ വികൃതി കാട്ടിയാലോ നട്ടപ്രാന്തം എന്ന് പറയും. അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. മുച്ചിപ്പിരാന്തൊക്കെ അങ്ങനെ വരുന്നതാണ്. നമുക്കൊരു മെൻ്റൽ ഹെൽത്തിനെ പറ്റി കുറച്ച് ടോക്സ് ചെയ്യണം എന്നുണ്ട്. അതായത് സൈക്കോളജിസ്റ്റുകളെയും സൈക്യാട്രിസ്റ്റുകളെയും ഒക്കെ. അങ്ങനെ ആരെങ്കിലും ഒക്കെ പരിചയമുണ്ടോ? ഇല്ല. എന്നൊക്കെ ചികിത്സിച്ചത് വളരെ സാധാരണ ഡോക്ടർമാരാണ്. അതിന് പറ്റിയ ആളുകളാണോ നമുക്കറിയില്ല.
പണ്ടൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് പോയില്ല. മാത്യു വെല്ലൂരോ കോഴിക്കുണ്ടായിരുന്ന മറ്റൊരു ഡോക്ടർ എഴുതുകയും പുസ്തകങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. അത്ര ആളുകൾ ഉണ്ടാവാം, പക്ഷേ എൻ്റെ പരിചയത്തിലില്ല. ഒന്നാമത് ഞാൻ അത്ര ട്രീറ്റ്മെൻറ്റ് നിർത്തിയിട്ട് വർഷങ്ങളായി. പിന്നെ പരിചയമില്ല. നമുക്ക് പരിചയമുള്ളത് ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റുകളാണ് മരുന്ന് എഴുതുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ചെറിയ വിഷയം പറയുമ്പോൾ നമ്മളത് ഇടപെടാറില്ല. വേഗം ആ ഡോക്ടറെ പേര് പറഞ്ഞു കൊടുക്കും, അവിടെ പോയി കാണും, ഓരോ ഇത് റിക്കവറായി വരും അവർ. അത് ചെയ്യുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇപ്പോൾ അത്യാവശ്യമുള്ളൊരു കാര്യം അതാണ് മാനസികാരോഗ്യം. മാനസിക ആരോഗ്യം അങ്ങനെ ആരോഗ്യമുണ്ട്. ശാരീരികാരോഗ്യം മാത്രമല്ല, ശാരീരികാരോഗ്യത്തിന് നമ്മൾ ഓടാനും നടക്കാനും പല വ്യായാമവും ചെയ്യാൻ പറയും അല്ലേ, അതെല്ലാവർക്കും അറിയും ചെയ്യാം. മാനസികാരോഗ്യത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് ആർക്കും അറിയില്ല സത്യത്തിൽ. അത് നമ്മുടെ മനസ്സ് തന്നെ ഹൈജാക്ക് ആയി പോയല്ലോ. അതെ, അതെ. അല്ല, അത് തുടക്കത്തിലാവാൻ നിങ്ങൾക്ക് എന്നാ പറഞ്ഞത്, ഒരു അതിർവരമ്പിൽ നിങ്ങൾ നിൽക്കും ഇങ്ങനെ ഇടറി, അപ്പോൾ ആവാം നിങ്ങൾക്ക്, അപ്പം തന്നെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അതിന് കുറേയൊക്കെ നമ്മുടെ സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും വിചാരിച്ചാൽ നടക്കും. ഇതിപ്പോൾ സൈക്കോളജിസ്റ്റുകളൊക്കെ കണ്ടവർ പറയുന്ന കഥ, ഇപ്പം എൻ്റെ പുസ്തകം വായിച്ചിട്ട് ഇത്തരം അനുഭവങ്ങൾ ഞാൻ എഴുതിയത് കൊണ്ട് എന്നെ വിളിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റുകൾ കാട്ടിക്കൂട്ടുന്നത് അറിഞ്ഞാൽ പിന്നെ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്യാനേ പറയില്ല. അത്രയും ക്രൂരമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത്. വിവാഹമോചനത്തിന് വേണ്ടി മറ്റ് പലതും കള്ളത്തരങ്ങൾ ചെയ്ത് തെളിവുണ്ടാക്കുക. ഇതൊക്കെ സൈക്കോളജിസ്റ്റുകളെ വക്കീലിനെ പോലെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു ഇപ്പോഴത്തെ ഒരു കാലത്ത് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 3-4 ആളുകൾ എന്നോട് അത്രയും കാര്യം പറഞ്ഞു. നമ്മൾ ഞെട്ടിത്തിരിച്ചിരിക്കുക ചെയ്ത്. അവരോട് ഞെട്ടേണ്ട, ഇത് സ്വാഭാവികമായ കാര്യമാണ്. ഒരു സ്ത്രീയാണ് വിളിച്ചത്, സ്ത്രീ സൈക്കോളജി, പേര് പറയാൻ ബുദ്ധിമുട്ടാണ്, പറയുന്നില്ല. അവർ സൈക്കോളജിസ്റ്റാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളോ അവരെ സഹപ്രവർത്തകർ ചെയ്യുന്ന കാര്യങ്ങളും കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഒരു ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ, ഭാര്യയെ, ഭർത്താവിനെ എന്തൊക്കെ നിലയിൽ മോശം ആയി ചിത്രീകരിക്കാൻ തെളിവുണ്ടാക്കാം. ഭൗതികമായ തെളിവാണല്ലോ ഡിവോഴ്സിന്. അപ്പം നമ്മൾ സൈക്കോളജിസ്റ്റ്, അതെ, അങ്ങനെ ആവാം. മറ്റ് അഫയറുകളുണ്ടെന്ന് വരുത്തി തീർക്കുക, തെളിവാണല്ലോ ഇതിനൊക്കെ. അപ്പോൾ അഫയറിലോട്ട് ചാടാൻ പറയുക, പലതും ഒരുപാട് നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആധുനിക മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അധികം നാഗരികരും, എന്ന് വെച്ചാൽ വളരെ സ്ട്രെസ്സുള്ള സമ്മർദ്ദമുള്ള ജോലിയായിരിക്കും, ജീവിതമായിരിക്കും, അത്ര മനുഷ്യരാണ്. ഗ്രാമങ്ങൾക്ക് അത് ബാധകമല്ല. അവർ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരെ വിരോധം, ഒരു കുളത്തിൽ ചാടിയിട്ടോ മീൻ പിടിച്ചിട്ടോ ഒരു ഓട്ട മത്സരം നടത്തിയിട്ടോ വടം വലിയൊക്കെ ആയിട്ട് അവരത് ഇന്ന് റിക്കവറാവും. ഇവർക്കൊന്നും ഇല്ലല്ലോ. നഗരജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. ഒരു വല്ലാത്ത ഏകാന്തതയിലോട്ട് ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഏകാന്തരായിട്ട് ജീവിക്കുകയാണ്. ചുറ്റും ആളുണ്ടാവും, പക്ഷെ ആൾ തനിയായിരിക്കും. എല്ലാവരും ഉണ്ട് ചുറ്റും. നഗരമുണ്ട്, വാഹനങ്ങളുണ്ട്, തിരക്കുണ്ട്, ബഹളുണ്ട്, സിനിമയുണ്ട്, പബ്ബുണ്ട്, മദ്യമുണ്ട്, എല്ലാം ചുറ്റുണ്ട്. പക്ഷെ ആ വ്യക്തി ഉള്ളിൽ തനിച്ചായിരിക്കും. ഞാൻ നിങ്ങളോട് ചിരിക്കുന്നൊക്കെ ഉണ്ടാവാം, സംസാരിക്കുന്നുണ്ടാവാം, ഭാര്യയുമായിട്ട് ഇണ ചേരുന്നുണ്ടാവാം, അപ്പുറത്ത് പ്രണയത്തിൽ ഏർപ്പെടുന്നുണ്ടാവാം. അപ്പോഴും ആ മനുഷ്യൻ ഒറ്റക്കായിരിക്കും. നഗരജീവികളെ നമ്മൾ പരിചയപ്പെട്ടിടത്തോളം അവരനുഭവം വായിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ ഇല്ല എന്നല്ല, താരതമ്യേന അത് കുറവാണ്. ഗ്രാമങ്ങൾ ഇടപഴകാനുള്ള ഒരു അവസരമുണ്ട്, കൂടിയിരിക്കാൻ. ഇപ്പോൾ ഞങ്ങളൊക്കെ കവലയിൽ ഞങ്ങൾ വൈകിട്ട് കൂടിയിരിക്കും, എന്തെങ്കിലുമൊക്കെ തമാശയും ചെറികളൊക്കെ പറഞ്ഞാൽ അതവിടെ കളഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ട് വരും. വീട്ടിലെത്തി അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. മാറി മാറി ഇച്ചിരി രാഷ്ട്രീയം പറയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളത് മോചനം നേടും. പക്ഷേ ടൗണിൽ നിങ്ങൾക്ക് സാധ്യതയില്ലല്ലോ. പരസ്പരമുള്ള ബന്ധങ്ങൾ കുറവല്ലേ, ഒരുപാട് കുറവല്ലേ. പിന്നെ ഈ ദാരിദ്ര്യം കുറേയൊക്കെ ഇങ്ങനെ കാര്യത്തിന് നല്ലതല്ലേ? കാരണം നമ്മള് സ്വന്തം വീട്ടിൽ പഞ്ചസാര ഇല്ലാത്തത് കൊണ്ടാണല്ലോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ബസ്, അതുകൊണ്ടാണല്ലോ അവരോട് സംസാരിക്കേണ്ടി വരുന്നത്. ഈ പൈസ ഉണ്ടാകുമ്പോൾ പിന്നെ ആരെയും ആവശ്യമില്ല. അതിപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട് ഗ്രാമങ്ങളിൽ. അത്ര വലിയ ദാരിദ്ര്യം ഉണ്ട് നമുക്ക് പറയാൻ വയ്യ. എന്ന് വെച്ചാൽ മര്യാദക്ക് കൂലിപ്പണി എടുക്കുന്നവൻ്റെ വീട്ടിലൊക്കെ വലിയൊരു ബുദ്ധിമുട്ടില്ല. അതുപോലെ ഇല്ലാതെ മടി പിടിച്ചിട്ടോ മറ്റേ ലൈറ്റ് ഉപയോഗിക്കുന്നവരെ ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളൂ കേരളത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളോ രാജ്യമല്ല നമ്മൾ പറയുന്നത്, നമ്മൾ പരിസരം പറയുന്നത്. മറ്റേ അതൊക്കെ ഒരു കൂലിപ്പണി എടുക്കുന്ന മനുഷ്യന് 900-1000 കൂലി കിട്ടുന്നുണ്ട്. അത് മറ്റു ചെലവുകളൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ കുടുംബം അന്തസ്സായിട്ട് ജീവിച്ചു പോകാൻ അത് മതി. ഗ്രാമത്തിലും ഈ അടുപ്പം, ആളുകൾ തമ്മിലുള്ള അടുപ്പം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചസാര വാങ്ങൽ മാത്രമല്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേർതിരിഞ്ഞ് ഇരിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. ആദ്യം അതില്ലായിരുന്നു എൻ്റെ ഓർമ്മയിൽ. നമ്മൾ ഏത് കൂട്ടത്തിലും പോയിരിക്കുക. ഇപ്പം അങ്ങനെയല്ല, ഇതിങ്ങനെ മീൻ വലിയും പോലെ ഇങ്ങനെ വലിഞ്ഞ് ഇപ്പോൾ ഈ അടുത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഹിന്ദു കുട്ടികൾ ഒരു ഗ്രൂപ്പായിട്ട് അവരിയ്ക്കുന്നത്, മുസ്ലിം കുട്ടികൾ മറ്റൊരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത്. ഇത് കണ്ടാൽ നമ്മൾ അത് വിട്ടു. ഗ്രാമങ്ങളിലാണ് അത് അധികമുള്ളത്, അവിടെയാണ് ഇരിക്കാൻ സ്പേസ് ഉള്ളത്. നഗരങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു ഗുണമുണ്ട്. നഗരങ്ങൾ വർഗീയത കുറയും, അത് ചിന്തയും വർഗീയതയും കുറയും. ഗ്രാമങ്ങളിലാകുമ്പോൾ ഇത് പ്രകടമായിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് സങ്കടം തരുന്ന കാഴ്ചയത്. നമ്മളെ പ്രായക്കാരാണെങ്കിൽ ആ കൂട്ടം പൊളിച്ച് നമ്മളോട് പോയിരിക്കും. പണ്ട് നമ്മൾ ഇരുന്നതാണ് അങ്ങനെ. ഇപ്പോൾ ഇരുന്ന സുഹൃത്തുക്കളെ മക്കളൊക്കെയാണ് വേറെ ഇരിക്കുന്നത്. അതാരും മോശമല്ല ആ ഇരുത്തത്തിൽ. ഒരു വർഗീയത ഒരു ക്യാൻസർ പോലെ കേരള സമൂഹത്തിൽ. ക്യാൻസർ നിങ്ങൾക്ക് ചികിത്സിച്ചെങ്കിലും നോക്കാം, മാറിയാലും ഇല്ലെങ്കിലും. ഇത് ഒരു മരുന്നുമില്ല. തുടക്കത്തിൽ വെട്ടിക്കളയാന്നല്ലാതെ, നശിപ്പിച്ച് കളയാന്നല്ലാതെ രക്ഷയില്ല അതിന്. അത് നിങ്ങളെ മെല്ലെ പിടികൂടി ക്യാൻസറോ അല്ല അത്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ മതത്തിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും രണ്ടും ഉണ്ടല്ലോ. അപ്പോൾ ഒരു വിശ്വാസി, ഞാൻ സുഹൃത്തുക്കളോട് പലരോടും സംസാരിക്കുമ്പോൾ ഒരു വർഗീയവാദി സ്വയം വർഗീയവാദിയാണെന്ന് തിരിച്ചറിയുന്നില്ല എന്ന
ഒരാശയം ഞങ്ങൾ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ വർഗീയവാദികൾക്ക് അറിയോ ഒരു വർഗീയവാദികളാണ്? ആ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവർ നല്ല മനുഷ്യരായില്ലേ. അവർ ചെയ്യുന്നത് മാത്രം ശരി എന്ന് വെച്ചാൽ എൻ്റെ മതം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത്, അപ്പോൾ ഞാൻ മുസ്ലിം ആണെങ്കിൽ ഹിന്ദു, നിങ്ങളെൻ്റെ ശത്രുവാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ മതത്തിലോട്ട് കൊണ്ടുവരണം. ആദ്യ ചിന്തയിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പം നിങ്ങൾ വരുന്നില്ലെങ്കിൽ മസിൽ പിടിക്കാൻ തുടങ്ങും. മറ്റ് പല കാരണങ്ങളും രാഷ്ട്രീയ കാരണങ്ങളും നമ്മൾ കണ്ടെത്തും. മെയിൻറ്റ് സെറ്റ് തന്നെ മാറും മനുഷ്യൻ്റെ. എന്നിട്ട് മറ്റൊരു കണ്ണിലൂടെ അവൻ മറ്റു മതക്കാരനെ നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ആയുധം എടുക്കും, സംസാരിക്കും, ആദ്യം തർക്കിക്കും, അടുത്തത് ആയുധം എടുക്കും. അത് എല്ലാ കാര്യത്തിലും ഏറ്റവും തീവ്രം അതാണ്. പിന്നെ രണ്ടാം തട്ടിൽ രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയം. കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലോ, പാർട്ടികൾ രാഷ്ട്രീയം. പാർട്ടികൾ തമ്മിലുള്ള സംഘടനയും മരണമൊക്കെ അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മനുഷ്യനെ കൊല്ലുന്ന പരിപാടിയായാലും ബോംബിടുന്ന എന്തായാലും മനുഷ്യൻ്റെ ചോര പൊടിയുന്ന ഒരു പരിപാടി അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, എന്തിൻ്റെ പേരിലായാലും. അല്ലെങ്കിൽ നിങ്ങൾ ആത്യന്തികമായിട്ട് വലിയ വിപ്ലവങ്ങളായിരിക്കണം. സമൂഹത്തിൽ മൊത്തം മാറ്റി തീർക്കുന്ന വിപ്ലവത്തെ നമുക്ക് കുറച്ച് സമ്മതിച്ചു കൊടുക്കാം. അതായത് പണ്ട് കാലത്ത് ഈ ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ നിലനിന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചില വയലൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ക്ഷമിക്കാം. അതെ, അതൊരു നല്ല മാറ്റത്തിന് വേണ്ടിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാടത്തുനിന്ന് കള പറിച്ച് കളയും പോലെ, ശ്രീകൃഷ്ണൻ എന്നവൻ കള പറിച്ച് കളയും പോലെ ചെറുത്, വളരെ ചെറുത്. അതും അപാര വയലൻസ് ഒന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം നക്സലിസം എനിക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല. എന്ന് വെച്ചാൽ പോലീസുകാരെയൊക്കെ കൊല്ലുന്നത് കയറിയിട്ട്. അപ്പോൾ ആ പോലീസുകാരൻ വീട്ടിൽ ചിലവടത്താനാണ് പോലീസുകാരനായി മാറുന്നത് തന്നെ. വ്യവസ്ഥിതി മാറാതെ വ്യവസ്ഥയുടെ ഉപകരണങ്ങളെ പോയി കൊന്നിട്ടോ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടോ ഒന്നും കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നക്സലിസത്തോട് യോജിക്കാനും നമുക്ക് പറ്റില്ല. ജനാധിപത്യ രീതിയിൽ തന്നെ പരിഹാരങ്ങൾ മാർഗ്ഗങ്ങളുണ്ട് നമുക്ക്. ഇത് വരല്ല മഷി മാഞ്ഞില്ലല്ലോ നമുക്ക്. ഇതത് മാഞ്ഞില്ല, നിങ്ങളതും മാഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ആ പരിഹാരം ഉണ്ടപ്പോൾ പിന്നെ ആയുധം നല്ലതായിട്ട് തോന്നുന്നില്ല. അപ്പം മതം മാത്രമല്ല വിഷയമാവുന്നത്. അതാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് വിഷയം, മനുഷ്യനെ അകറ്റുന്ന കാര്യത്തിൽ. രണ്ടാമത് കക്ഷി രാഷ്ട്രീയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല. പിന്നെ ജാതി, നമ്മൾ കേരളത്തിൽ ഇതിനൊക്കെ ഒരു കുറവുള്ളൂ ജാതിയുടെ കാര്യത്തിൽ. അപ്പോൾ ഉത്തരേന്ത്യക്കൊന്നും പോകണ്ട, തമിഴ്നാട്ടിൽ തന്നെ ജാതി കൊലപാതകങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വായിക്കാറില്ലേ. ജാതി മാറി പ്രണയിച്ചതിന് പെൺകുട്ടിയെ ആൺകുട്ടിയെ രക്ഷിതാക്കൾ വെട്ടിക്കൊല്ലുന്ന അവസ്ഥ. അപ്പോൾ ആരും മോശമല്ല, ഒന്നും മോശമല്ല ചുരുക്കത്തിൽ. ഉറങ്ങണ ഓരോരുത്തർ, ഒരാൾ ഉറങ്ങിയോ ആൾ 4 മണിക്ക് എഴുന്നേറ്റു. നമ്മുടെ ചാനലിൽ മതത്തെ പറ്റിയും രാഷ്ട്രീയത്തെ പറ്റിയും നമ്മൾ ചർച്ച നടത്തുമ്പോൾ സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ തവണയും ചീത്ത പറയുന്ന ആളുകൾ വരും. പക്ഷെ അത് പലരും ഒന്നുകിൽ ഗസ്റ്റിനോട് എന്തെങ്കിലും ഇഷ്ടക്കേട്, ആശയപരമായ ഇഷ്ടക്കേടുള്ള ഒരാൾ ഗസ്റ്റിനെ ചീത്ത പറയാനായിട്ട് വരും. ഇനിയിപ്പോൾ ചില കേസുകളിൽ ഗസ്റ്റ് ഒരു ഇത്തിരി ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്താൽ നമ്മളെ ചീത്ത പറയാനായിട്ട് ആൾ വരും. ഇനിയിപ്പോൾ രണ്ടുപേരും പോളറൈസിങ് പൊസിഷൻ എടുത്താൽ അപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചീത്ത പറയും. ഈ ആശയവിനിമയത്തിൽ ഇത്ര വയലൻസ് ഇത് കേരളത്തിൽ മുമ്പ് ഉണ്ടായിരുന്നു? ഇല്ല, ഇപ്പോൾ അടുത്ത് തുടങ്ങിയാണ്. ഇത് 90-കൾ മുതൽ ആരംഭിച്ചതാണ്. അത് 90-കൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ തുറന്നു പറഞ്ഞ അബ്ബാസ് എന്ന പേരുള്ള എനിക്ക് ഹിന്ദുമതത്തെ വിമർശിക്കാം, എല്ലാ അർത്ഥത്തിലും വിമർശിക്കായിരുന്നു. ഞങ്ങൾ കവലയിൽ ഇത് പറഞ്ഞതാണത്. അതുപോലെ എനിക്കൊരു കൂട്ടുകാരുണ്ട് മോഹൻദാസ് എന്ന് പറയും, അവനെ ഇസ്ലാം മതത്തെ പരസ്യമായിട്ട് വിമർശിക്കായിരുന്നു. ഇന്ന് നിങ്ങൾക്കത് കവലയിലോ നഗരത്തിലോ ഒന്നും പറ്റത്തില്ല. നമ്മളെ അന്തരീക്ഷം മാറി. അതുകൊണ്ട് തന്നെ കക്കൂസിൽ എഴുതി വെക്കുന്നതിന് ടോയ്ലറ്റ് സാഹിത്യം ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ കക്കൂസിലൊക്കെ അതിൻ്റെ കമൻറ്റാവും നിങ്ങളെയൊക്കെ ഇതിലേക്ക് താഴെ വന്നിടുന്നവരെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും. അവർക്ക് തുറന്നു പറയാനുള്ള ഗഡ്സൊന്നും ഉണ്ടാവില്ല, അയാളെ നേരിട്ട് കണ്ടാൽ. അപ്പോൾ നിങ്ങൾ ചാനലിൻ്റെ കീഴിൽ അവർ കമൻറ്റായിട്ട് അത് കൊട്ടി ഛർദ്ദിച്ച് വെക്കും. പരസ്യമായിട്ട് അവർക്കത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അല്ല, ഫേസ്ബുക്കിലായിരുന്നല്ലോ ആദ്യം സാഹിത്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ 3 പുസ്തകങ്ങളും നിങ്ങളെ കയ്യിലുള്ള 2 പുസ്തകങ്ങൾ, വേറെ ഒന്നും നിങ്ങൾ വായിക്കാതെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് കുറിപ്പുകളാണ് പിന്നീട് പുസ്തകങ്ങളായി മാറിയത്. ഇപ്പോഴും എഴുതുന്ന ആളാണ്. ഇപ്പോൾ അവസാനം മകനെ പറ്റി എഴുതിയിട്ട് കുറിപ്പ് വലിയ വൈറലായി. അല്ല, അത് ഞാൻ കണ്ടു. അത് എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര വൈറലാണ്. ഫേസ്ബുക്ക് വിട്ടില്ല, അതായത് നമ്മുടെ ഇടം അവിടെയാണ്, സാധാരണക്കാരൻ്റെ ഇടം എവിടെയാണ് എന്നോട് ചോദിച്ചാൽ. അവിടെ നിങ്ങൾ എഡിറ്ററെ കാത്തിരിക്കുന്നു വേണ്ട. സാർ എൻ്റെ കഥ, സാർ എൻ്റെ ലേഖനം എന്ന് വരും എന്ന് ചോദിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞിട്ട് വേണ്ട എന്ന് തോന്നി ഡിലീറ്റ് ചെയ്യുക, ഒഴിവാക്കി കളയും ചെയ്യാം. മോശമാണ്, ഒരു മോശം അഭിപ്രായം വരുന്നുണ്ട്, അത് നമുക്ക് തോന്നുന്നതാണ് മോശമാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. പക്ഷെ അച്ചടിക്കപ്പെട്ടൊരു സാധനം നമുക്കൊന്നും ചെയ്യാൻ വയ്യ. അത് മോശമായിട്ട് അവിടെ അടയാളപ്പെട്ട് കിടക്കും. അതൊരു വിരോധാഭാസമായിട്ടല്ലേ തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് 8ാം ക്ലാസ്സിൽ, അതായത് മലയാളം പഠിച്ചിട്ട് എഴുതാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ, ഒരു പെയിന്റ് പണിക്കാരൻ, ഒരു എഴുത്തുകാരനായി വരുന്നത് അത്യന്തം അന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അല്ലേ?
ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട്. അപ്പം ഈ നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? പിന്നെ സ്കൂളിൽ പഠിച്ച് ഉപകാരം ഇല്ലാണ്ടായ നമ്മളൊക്കെ ഇവിടെ എത്തും. ഞാനല്ല, പഠിച്ചവരൊക്കെ ഇവിടെ എത്തും. സ്കൂൾ വിദ്യാഭ്യാസം വേണം, അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടണം. നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ എത്ര വിദ്യാഭ്യാസം ആവും അതൊക്കെ ആവാം. എൻ്റെ കാര്യം പക്ഷെ അത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിക്കുന്ന അത് എന്താ വെച്ചാൽ A+ൻ്റെ കാര്യമായാലും റാങ്കിൻ്റെ കാര്യമായാലും കിട്ടിയവരെന്തോ ഉന്നതരും അത് കുറഞ്ഞു പോയവരോ കിട്ടാത്തവരോ താഴെയും അവരെന്തോ കഴിവില്ലാത്തവരോ ആണെന്നുള്ള ധാരണ മാറിയ വിഷയം തീർന്നു. ഇപ്പോൾ ഇങ്ങനെ തന്നെ പറയാം, ഫുൾ A+ കിട്ടാൻ നല്ല പാടാണ്. നന്നായിട്ട് പഠിക്കണം, നല്ല അധ്വാനിക്കണം ഒരു കുട്ടി, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരാവട്ടെ. പക്ഷെ കുറച്ച് ഉഴപ്പാണെങ്കിൽ അത് കിട്ടത്തില്ല. പക്ഷെ എന്ന് കരുതി ഉഴപ്പിയത് ഐക്യുവിൻ്റെ കുഴപ്പം കൊണ്ടോ മറ്റ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ആയിരിക്കാം ഈ കുട്ടിക്ക് കിട്ടാതെ പോയത്. എന്ന് വെച്ചാൽ ആ കുട്ടി താഴെ ആവുന്നില്ല. അല്ല, അത് മാത്രമല്ല, അയാളെ സമൂഹത്തിന് ഈ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ ഫുൾ A+ നേടുന്നത് അവന് ഗുണകരമാണെന്ന്? ഇല്ല, അവൻ നേടുന്ന തന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയാണ്. വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദം, സ്കൂളിൽ നിന്നുള്ള സമ്മർദ്ദം. ഞാൻ ഇപ്പോൾ പറയാറുണ്ട്, അത് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഒരു 6 മാസമൊക്കെ അരക്കൊല്ലം പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ അവർ മുഖത്തോട്ട് നോക്കിയാൽ മതി. അവർക്ക് ചിരിക്കാനും കൂടി പറ്റും. അവർ ചിരി കാണില്ല നിങ്ങൾ അവരുടെ മുഖത്തെ. വളരെ മനുഷ്യവും പോലും അതിങ്ങനെ വീർത്തുമുട്ടി. ഈ കുട്ടികൾ A+ എന്നുള്ള ചിന്തയാണ്. സ്കൂളിൽ നിന്ന്, വീട്ടിൽ നിന്ന് വരുന്ന ബന്ധുക്കൾ, അയൽവാസികൾ, 10ാം ക്ലാസ് 10ാം ക്ലാസ്സാണ് ഇത്തവണ ഫുൾ A+ ആണ് കേട്ടോ, ഇതാണ് ചിന്ത. അമ്പലത്തിലെ മണി പോലെ എല്ലാവരും കൊട്ടി ഈ കുട്ടിയുടെ മുഖത്ത് ചെറിയ കാണില്ല. കുട്ടിത്തം വിട്ടില്ലല്ലോ, 15 വയസ്സല്ലേ, ടീനേജ് അല്ലേ. അവരെ ജനിതക മാറ്റം വരുന്നൊരു സമയമാണ്. എതിർലിംഗത്തോട് ആകർഷണം തോന്നേണ്ട സമയമാണ്. നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. ഇതിനൊന്നും ഒരു സമയം, ആ ഒരു സമയം ഇത് കൊണ്ടുപോകണം A+ പഠനം. അപ്പോൾ പിന്നെ എല്ലതും വേണം. കുട്ടികൾക്ക് കിട്ടേണ്ടതൊക്കെ അവർ കിട്ടണം. അവർ മഴ നനയണം, അവർ ജനിതകമായിട്ട് വരുന്ന മാറ്റങ്ങൾ അംഗീകരിക്കണം, ചെളി കളിക്കണം, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം, അൺപെൺ സൗഹൃദങ്ങൾ ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. നമ്മളെ വിദ്യാഭ്യാസ ഈ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. ഇതിപ്പോൾ രക്ഷിതാക്കളെ കുറ്റം പറയാൻ വയ്യ.